ഹായ്, ദീപക് കേസിന്റെ അപ്ഡേഷനാണ്. പുള്ളിക്കാരത്തി നാട് കടന്നു കേട്ടോ, ദുബായിലേക്ക് പോയിട്ടുണ്ട്. ഇവരെ വടകര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ പോയി പരിശോധനയൊക്കെ നടത്തി, അവരുടെ അടുത്ത് ചോദിച്ചു, അവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി. സ്പീഡിലാണ് കാര്യങ്ങൾ നടന്നത്. എനിക്കൊന്ന് പോലീസുകാരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തി മുങ്ങിയെന്ന് തോന്നുന്നു. അത്യാവശ്യം രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളല്ലേ, മുങ്ങാൻ ഉള്ള ഹെൽപ്പും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് നരേഷൻ വരുന്നുണ്ടല്ലോ. ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാണ്, കുറേ ഗോവിന്ദചാമിമാർ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ആ ഒരു സംഗതി വെളുപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഇന്നലെ കണ്ട നമ്മുടെ മല്ലു ട്രാവലർ. അയ്യോ, ലോകകൂറുകളെല്ലാം ഇറങ്ങിയിട്ട് കണ്ടോ, ഞാനും ഇരയാണെന്ന് പറയണോ. അങ്ങനെ ഇരയാണ് എന്ന് പറഞ്ഞ ഒരു മഹത് വ്യക്തി നമുക്കൊന്ന് കണ്ടാലോ, കേൾക്കാം. ഹലോ ഫ്രണ്ട്സ്, ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. കാര്യം നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപക് എന്ന സഹോദരൻ ഒരു ഫേക്ക് അലിഗേഷന്റെ മാനസികാവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറയുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ. നെവിൻ ഒഴികെ. നെവിൻ മാത്രമാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്. പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കി എന്ന ഓമന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ. ഇന്നും അത് മറ്റുള്ളവരുടെ ജീവനൊടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ, അതിന്റെ പഴുതുകൾ മിസ്യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്തു പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ്. ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണ് നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ഇതിവിടെ നിൽക്കുന്നു. ഇനിയും ആത്മഹത്യകൾ വരും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം, മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അത് ഓരോരുത്തരുടെയും മാനസിക ആരോഗ്യത്തിനനുസരിച്ചാണ്. അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ കാണിച്ചു കൂട്ടുന്നത് ഭയങ്കര ബോറാണ്. ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവർ പോലെ അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എഴുതി വിടാം, ആരെക്കുറിച്ച് എന്തും പറയാം. അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു ചൂടും വേവൊക്കെ അറിയുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും. ആളെ പിടി കിട്ടിയ അക്കുവണ്ണം വന്നിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. ജാക്കി അക്ബർ എന്ന് പറഞ്ഞ് എല്ലാവരും അറിയപ്പെടുന്ന ഈ അക്ബർ അതിനകത്ത് കാണിച്ച പേക്കൂത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഇയാൾ ഇരയാണോ? എന്തടിസ്ഥാനത്തിൽ? ഞാൻ ചോദിക്കട്ടെ, ഇതേ സംഗതി ഇപ്പം അനുമോൾക്ക് സപ്പോർട്ടെന്ന് പറഞ്ഞോട് ചാടിക്കൊണ്ട് വരണ്ട, അതൊരു സത്യമായ കാര്യമല്ലേ. അനുമോളെ പറ്റി അവിടെ അതിനകത്ത് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയെങ്കിൽ അനുമോൾ ഇരയല്ലേ? അനുമോളെ എന്തൊക്കെ രീതിയിൽ ആര്യൻ എടുത്തു വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലുകൊണ്ട് മേളിലേക്ക് ഉരസി മേളിക്കയറ്റുന്ന ഒരു പ്രത്യേകതരം രീതി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അവൾ എന്താ ഇരയല്ലേ? അവളെ പറ്റി അത്രയും മോശമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് മോഹൻലാൽ അതിനെ അനുകൂലിച്ചു കൊണ്ട് പറയുകയും ചെയ്തിരുന്നു. നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നല്ലേ ചോദിച്ചത് അന്ന്? അനുമോൾ ആക്രമിക്കപ്പെട്ട രീതി നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ഉള്ള ഒരു വ്യക്തി അവരുടെ ഏറ്റവും കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു ഇതിൽ നിന്ന് മാറി ഇത്രയും ക്യാമറകൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടത് പറഞ്ഞു. നിങ്ങളൊരു മാപ്പെങ്കിലും ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടോ? ശരി, ഇനി പുറത്തിറങ്ങി പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം പോട്ടെ. ഇല്ല, ഓന്ത് വന്നിരുന്ന ഒരു കാര്യം നിന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏതോ ഒരു ആപ്പിനകത്താണ്ട് കയറി കുത്തിയിരിക്കുകയും അതിൽ കൂടെ നീ എന്തൊക്കെ സർക്കസ് കാണിച്ചു എന്നും ഒക്കെ നിന്നെപ്പറ്റി തന്നെയല്ലേ ആ പറഞ്ഞത്. അപ്പോൾ ചുമ്മാ ഇരുട്ടുണ്ട് ഓട്ടയിടയ്ക്ക് ഇറങ്ങി വരല്ലേടാ ആളിയ. നീ എൻ്റെ ജോലി നോക്കി പോവാൻ നോക്കിക്കാണ്. ഇതേ എന്താണെന്നറിയാമോ, ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കുറേയധികം ക്ഷുദ്രജീവികൾ ഇറങ്ങി വന്നിട്ട് തങ്ങളുടെ ഭാഗം ഒന്ന് വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ കേസും അത് തന്നെയാണ്. എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി ഒന്ന് വെളുപ്പിക്കണം. രാഹുൽ മാങ്കൂട്ടൻ ചെയ്തത് എന്താണ്? അവനെ സത്യത്തിൽ സ്ത്രീ പീഡനമല്ല, അവൻ ശിശുക്കളെ കുരുതി കൊടുക്കുന്നവനാണ്. അവൻ എല്ലാ പെണ്ണുങ്ങളെയും അങ്ങോട്ട് റേപ്പ് ചെയ്യും. എല്ലാ പെണ്ണുങ്ങളും ശരി, സെക്ഷൽ ഇൻട്രാക്ഷൻ ശരി, അത് ചെയ്യും. അതിനുശേഷം കൊച്ചുണ്ടാക്കി കൊടുക്കും, എന്നിട്ട് കൊച്ചിനെ അഴിച്ചു കളയും. ഇതിപ്പോൾ മൂന്നാമത്തെ പെണ്ണുങ്ങളെ സെയിം പരാതിയും കൊണ്ടുവരുന്നത്. ഈ സെയിം പരാതി എന്ന് പറയുമ്പം തെളിവ് ഉൾപ്പെടെ കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ. നിങ്ങളപ്പം നോക്കൂ, എന്താ തെളിവെന്ന്? തെളിവ് ഇതാണ്. പിന്നെ അബോർഷൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, അബോർഷൻ ചെയ്തതിൻ്റെ ആ ഒരു ഹോസ്പിറ്റൽ ബില്ല്, ഇതൊക്കെ കൊണ്ടാണ് അവർ വരുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നാണ്? രാഹുൽ മാങ്കൂട്ട് എങ്ങനെയാണ് നല്ലവനാവുന്നത്? ഇനി അടുത്ത മൊളസ്റ്റേഷൻ നടത്തിയവർത്തൻ അത് പിന്നെ മല്ലു ട്രാവലർ, അവൻ്റെ ഭാര്യ ഉൾപ്പെടെ പോക്സോ കേസ് ഉൾപ്പെടെ അവൻ്റെ പുറത്ത് കൊടുത്തതാണ്.
അവൻ്റെ ഭാര്യ കേസ് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ആ പെണ്ണ് കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംമാതിരി അവൻ്റെ പേർക്ക് ഒരുപാട് പേര് വന്ന് കംപ്ലയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ അമ്മ വരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവ വന്നിട്ടാണ് ഞാനും ഒരു ഏരിയയാണ്. അയ്യോ, പിന്നെ സവാദിനെയും കൂടെ കൊണ്ടുവരി നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ മത്സരിച്ചിരിക്കുമ്പോൾ സവാദും കൂടെ വരട്ടെന്ന്. സവാള ഗിരിഗിരിയും കൂടെ വന്നാലേ പൂർണ്ണമാവുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കുറേ മ്ലേച്ഛന്മാർ ഇറങ്ങി നിൽപ്പുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രസ്തുത സംഭവത്തിൽ തെറ്റ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എടുത്തു വെച്ചങ്ങ് അറുമാദിക്കുന്നത് കണക്ക് നരമ്പന്മാരെല്ലാം അങ്ങ് സേവായി എന്നല്ല, നരമ്പന്മാർ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇത്രയും അഹങ്കാരം പറയണം നിങ്ങളടുത്ത് ഞാൻ പറയുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും ഒരു പെൺകുട്ടിക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? സിറ്റിയിലുണ്ട് കേട്ടോ, ഗ്രാമത്തിലുണ്ടോ? ഗ്രാമമാണ് നിഷ്കളങ്കരുടെ ഏരിയ അല്ലേ, സിറ്റിയാണല്ലോ കുറച്ച് കളങ്കിതരുടെ ഏരിയ. അങ്ങനെയുള്ളവരിടത്ത് പോലും പെണ്ണിന് ഇപ്പോൾ സേഫ്റ്റി ഉണ്ടോ? ഉണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്രയും സേഫ്റ്റി ഉണ്ടോ? അപ്പം നിങ്ങൾ കിട്ടിയ ഒരു സാധനം കൊണ്ട് യുറേക്ക ഇത് കിട്ടി, ഇത് വെച്ച് നമുക്ക് എല്ലാം അങ്ങ് വെളുപ്പിക്കാന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി നിൽക്കുന്ന ആ പരിപാടിയോടുള്ള മ്ലേച്ഛമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. മിളയച്ചം എന്നല്ല അതിന് പറയുക, പടുമിളയച്ചം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്പീസിക്കങ്ങ് അടങ്ങിക്കളയും. ശരിയാണ്, ഈ പ്രസ്തുത ഈ ഒരു സംഗതിയിൽ ദീപക് എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട്. പലരും മറുത്ത അഭിപ്രായങ്ങളും പറയുന്നുണ്ടല്ലോ. ദീപക് തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ സ്ട്രോങ് ആയി നിന്ന് അതിനെ എതിർക്കണമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു സിനിമാ നടത്തിക്ക് സെയിം ഒപ്പീനിയൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവരെതിർത്ത് നിന്നില്ലേ? എന്താ അവർക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ദീപക്കിനുണ്ടോ? ഒന്നുമില്ല. അപ്പം പുള്ളിക്ക് ഭയം, പുള്ളിക്ക് ഈ ഒരു മാനക്കേട് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം പുള്ളി ചെയ്തു. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ അത് പുള്ളി ചെയ്തു പോയി. അതിനേക്കാൾ ഉപരി ഈ പെണ്ണിനേക്കാൾ ഉപരി ഇവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാത്ത അയാളുടെ സുഹൃത്തുക്കളും ഒരു പരിധിവരെ കാരണമാണ്. 45,000 എന്തോ എടുത്തിട്ട് വെച്ചിട്ട് മാതാപിതാക്കൾക്ക് ആക്കി വെച്ചിട്ട് പോയി എന്ന് പലരും പറയണു. അത്രയും മാതാപിതാക്കളെ കെയർ ചെയ്യുന്ന ഒരുത്തൻ ആ മാതാപിതാക്കൾക്ക് വേറെ ആരുമില്ലെന്ന് ബോധമില്ലാതെ അത് കയറി ചെയ്ത് കളയുമോ? എന്ത് പോഷത്തരമാണോ അവൻ കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കിയാണ്. സോ ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരൻ്റെ ഒരു സഹാനുഭൂതി ഉണ്ടെങ്കിൽ പോലും ചെയ്തത് ഒരിക്കലും ന്യായപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. അത് പ്രൂഫ് ചെയ്യണമായിരുന്നു. നിങ്ങൾ CCTV എടുക്കെന്ന് പറയണം, വണ്ടിക്കകത്ത് CCTV ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കണമായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് എടുത്തോ പിടിച്ചോന്ന് പുള്ളിക്കാരൻ ചെയ്തത്. രണ്ടാമത്തെ വീഡിയോ വന്നപ്പോഴാണ് അത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ പെണ്ണിന് നല്ല പണിയാണ് കൊടുത്തിട്ട് പോയിട്ടുള്ളത്. ജന്മകാലം അതിന് ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാൻ പറ്റത്തില്ല. മനസ്സിൽ അത്രത്തോളം ബുദ്ധിമുട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഓവർ സ്മാർട്ട് ആവാൻ നോക്കിയതാണ് പ്രശ്നം. പക്ഷെ അതിന് കുറേ കാര്യങ്ങൾ കണ്ടു നമ്മളിങ്ങനെ പിടിച്ചോണ്ട് പോകണോ, അങ്ങനെ പോകണോ, ഇങ്ങനെ പോകണോ, ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് സാധിക്കുമോ? വാസ്തവത്തിൽ എല്ലാ പെണ്ണുങ്ങൾക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ? പിന്നെ എന്തിനാണ് ഈ മേക്കപ്പ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിവേ, ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതുണ്ട്. അനുമോള് അതിനകത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് നമ്മൾ ഓരോരുത്തരും, ഞാൻ അതിന് ഫുള്ള് ഇരുന്നുകൊണ്ട് റിയാക്ട് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്കതിൻ്റെ വേദന നന്നായിട്ട് ഞാൻ കണ്ടതാണ്. അവളെ അത്രത്തോളം എല്ലാവരും അവഹേളിച്ചു, ഈച്ച് ആൻഡ് എവറി വൺ. അനുമോളെ പറ്റി വളരെ വൾഗറായി സരികെ വെച്ച് പറഞ്ഞു. അതിനകത്തുള്ള രണ്ടെണ്ണം ട്രാൻസ് സെക്ഷനിലുള്ള 2 പേര്, ലെസ്ബിയൻ ആയിട്ടുള്ള 2 പേര്, അത് പറഞ്ഞു. ആദിലന്നൂറ് അത് കേട്ടില്ലേ ആ കുട്ടി? അപ്പം അവളുടനെ ആത്മഹത്യ ചെയ്തു? ഇല്ലല്ലോ. പക്ഷെ ആത്മഹത്യ ആകുന്ന ലെവലിലേക്ക് അവൾ എത്തിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. അപ്പം അത്രത്തോളം അവളെ ഇട്ട് കഷ്ടപ്പെടുത്തി. ഇനി അതേപോട്ടെ ഒരുത്തം വന്ന് പ്രപ്പോസ് ചെയ്തു എന്നൊരു കാര്യം കൊണ്ട് അനീഷ് പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് കാണിച്ചതോ, അനുമോളെടുത്ത് അനീഷ് കാണിച്ചതോ? പുറത്തെവിടെ പോകുമ്പോഴും അനുമോൾ ഉള്ള ആൾക്കാർ ചോദിക്കുന്നത് അനീഷിന് എന്തിനാ തേച്ചെന്നല്ലേ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? അപ്പം ഓൾമോസ്റ്റ് ഈ ബുള്ളിങ് ഏൽക്കാത്ത ഒരാളാണ് അക്ബർ. മറ്റവർക്കൊക്കെ ഉണ്ട്. സ്വന്തം ഏറ്റവും അത്രയും നമ്മൾ ദൈവത്തിൻ്റെ ഹിതമാണ്, അല്ലെങ്കിൽ അത്രയും ഒരു പുണ്യമായ ഒരു സംഗതിയാണ് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന ആ ഒരു കല, ഇത് പാടാനുള്ള ആ കഴിവ്. അതുപയോഗിച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയെ ഏറ്റവും മ്ലേച്ഛമായി നീ അവഹേളിച്ചില്ലേ? നമ്മൾ അങ്ങോട്ടൊന്ന് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് 10 കിട്ടത്തില്ലേ? പ്രതീക്ഷിക്കണ്ടേ? അവൾക്ക് കിട്ടിയ അവസരത്തെ അവൻ നിനക്കിട്ട് താങ്ങുകയെന്ന്, കിട്ടേണ്ട അടുത്തല്ലേ നിനക്ക് കിട്ടിയത്. അതിനകത്ത് നടന്ന സംഭവവും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ അതായത് ഈ ഒരു പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ ബസ് അങ്ങനെയുള്ളൊരു പ്രതലത്തിൽ നടന്ന കാര്യവും വെച്ച് മാച്ച് ചെയ്ത് തൻ്റെ ഭാഗം അങ്ങോട്ട് തെളിയിപ്പിച്ച് എങ്ങനെയും അനുമോളെ അങ്ങോട്ട് ഏറി കയറ്റാം. എടാ, നീ മറന്നുപോയാ? നീ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നീ അതിനകത്തല്ല. നീ അതിനകത്ത് ഇരുന്നുകൊണ്ട് ആ ഷോ ഡയറക്ടർക്ക് ഗൈഡ് ലൈൻ കൊടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് നീ ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ പുറത്ത്, നിൻ്റെ PR-കൾ. അവരിപ്പോൾ അങ്ങ് വർക്കൗട്ട് ചെയ്യുമെന്ന് നീ വിചാരിച്ച് പറഞ്ഞതാണെങ്കിൽ പൊളിഞ്ഞ്
നിനക്ക് അതിനകത്ത് ഇരിക്കുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി നിനക്ക് PR ടീം ഉണ്ടെന്ന്, നീ പൊളിഞ്ഞ് നിൽക്കുകയാണെന്ന്. മനസ്സിലാകാതെ നിനക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നീ കൊടുത്ത ക്യാഷ് വാങ്ങി നിന്നെ അത്രയും ദിവസം നിർത്താമെന്ന വാക്കിൽ ആ ഷോ ഡയറക്ടർ നിന്നെ അവിടെ നിർത്തിയിരുന്നു എന്നതിനപ്പുറം നീ വിചാരിക്കുന്ന കണക്ക് ഒരു ഇമ്പാക്റ്റും നിന്റെ ഒരു അപ്പിയറൻസ് കൊണ്ട് ഇല്ല. എല്ലാവരും ഓർക്കുന്നത് ഇതുപോലൊരു മകൻ ഉണ്ടാകരുത് എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് മിക്ക അമ്മമാർക്കും നീ കൊടുത്ത മെസ്സേജ്. അതേപോലെ ഓരോ സഹോദരികൾക്കും ഇങ്ങനൊരു സഹോദരൻ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അത്രയ്ക്ക് ക്രൂവലായിരുന്നു നീ അതിനകത്ത്. എല്ലാ പെണ്ണുങ്ങളും, നിന്റെ കൂടെ നിന്ന എല്ലാ പെണ്ണുങ്ങളെയും നീ ഉപദ്രവിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ വന്നിരുന്നുകൊണ്ട് വായ്ത്താളം അടിക്കുന്നു. ജനഗണമന ഓടുന്നു എൻ്റെ വായെന്ന് കേൾക്കാതെ. ഒന്നും പറയാനില്ല. എനിക്ക് സത്യത്തിൽ കണ്ടപ്പോഴത്തേക്ക് ഇനി വരാനുണ്ട് ഗോവിന്ദച്ചാമിമാർ, ഇനിയും കുറേ പേര് വരാനുണ്ട്. വരൂ ഗോവിന്ദച്ചാമിമാർ, ഇതൊന്ന് വെളുപ്പീര് കാണട്ടെ. നാണുണ്ടടാ നിനക്കൊക്കെ. നീയൊക്കെ ചെയ്ത കൂത്തിനല്ലേ ഇതൊക്കെ കിട്ടിയത്. സിദ്ദിഖ് മീൻകറി, തൈര്, ചോറും ഒക്കെ വേച്ച് കൂട്ടി തിന്ന് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ട് അവളത് കൃത്യമായി കണക്കുൾപ്പെടെ ബില്ലുൾപ്പെടെ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ടും ദാ നടക്കുന്നു. ഒരു നാണോ മാനല്ല തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടോ നടക്കുന്നുണ്ട്. അത് തൊലിക്കട്ടികൾ അപാരം തന്നെ. അങ്ങനെ അങ്ങ് നടന്നേച്ചാൽ മതി, അല്ലാതെ വെളുപ്പിക്കാനായിട്ട് വരണ്ട. ദീപകിൻ്റെ ഇഷ്യൂവുമായിട്ട് ബേസ് ചെയ്തിട്ട് ഇത് വെളുപ്പിക്കാൻ നിൽക്കണ്ട. ഒത്തിരി അങ്ങ് അളിച്ചളിച്ച് അവസാനം ആ ചെറുക്കന് കിട്ടേണ്ട ഒരു അക്സെപ്റ്റൻസ് പോലും ഇല്ലാണ്ടാക്കും എല്ലാം കൂടെ എന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.